അപ്പൊ നമ്മള് ചോറൊക്കെ റെഡി ആയിട്ട് കേട്ടോ. അതിന്റെ കൂടെ എനിക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഒരു കൊടുക്കാനേ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മള് പൊതിച്ചോറ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പൊ പൊതിച്ചോറ് ഉണ്ടാക്കാൻ നമ്മള് മലപ്പുറത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിക്ക് 5 പൊതിച്ചോറാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പൊ ഞാൻ അവിടെ കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കുന്നുണ്ട്, പയറ് തോരനുണ്ട്, പിന്നെ അച്ചാറ്, പിന്നെ ചമ്മന്തി, ഉപ്പേരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി, പച്ചമുളക്, ഉപ്പ് ഇട്ട് കുമ്പളങ്ങ വേവിക്കാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി കൂട്ടാനുകളാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. ഇത് നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. നല്ല മഴ ഉണ്ട്, മോൾക്ക് സ്കൂളുണ്ട്. മോള് സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ടോ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഈ പയറ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കട്ടോ ചെയ്യുന്നത്. പിന്നെ കേട്ടോ വറവിട്ടെടുക്കുന്നത്. ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ട് ചോറൊക്കെ ഞാൻ ഗ്യാസ് ഇറക്കി വെക്കട്ടോ. അപ്പൊ ഇനി നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കാം കേട്ടോ, അരക്കുള്ള തേങ്ങ. അപ്പൊ നമ്മളിതാ തേങ്ങ, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, തൈര് ഇത് കൂട്ടിയിട്ടാണ് നമ്മൾ മോരുകറി റെഡിയാക്കുന്നത്. അപ്പൊ നമ്മൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ. ഇനി ഞാനിതാ തൈരും തേങ്ങയും ഒഴിക്കാം കേട്ടോ. ഇത്തിരി കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കറിയൊക്കെ റെഡി ആയി. ഇനി കറി ഒന്ന് വറവിട്ടെടുക്കുക കേട്ടോ ചീന. അപ്പൊ എണ്ണ കൊഴിച്ചു. ഇനി കടുക് പൊട്ടിക്കുക, കറിവേപ്പില, വറ്റൽ മുളക്, ഇതിൽ ഞാനൊരു സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ചോന്നതിന് ശേഷം കേട്ടോ കറിയൊക്കെ ഒഴിക്കണത്. അപ്പൊ ഇത് നല്ലൊരു കളറും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ മോര് കറിക്ക് ഇതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാല്. അപ്പൊ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പൊ നമ്മളെ കറിയൊക്കെ റെഡി കഴിഞ്ഞ് നമ്മൾ ഉപ്പേരിട്ട് കേട്ടോ. പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പയറ് നന്നായിട്ട് വേവിട്ടോ. പിന്നെ നമ്മളിതാ ചെറിയ ഉള്ളിയൊക്കെ കറിവേപ്പില ഇട്ടിട്ട് തൂമിച്ചെടുക്കാം കേട്ടോ. നമ്മളിവിടെ തൂമിച്ചെടുക്കാന്ന് കേട്ടോ പറയാ. അപ്പോൾ ആ ചോറിനൊക്കെ സമയമായിട്ടോ. പെട്ടെന്ന് ചോറിന് വരും പറഞ്ഞിട്ടുണ്ടോ. ഹോസ്പിറ്റലിലേക്ക് 12 മണിയാകുമ്പോൾ ചോറ് എത്തണം കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് ഉപ്പേരി റെഡി ആയിട്ടോ. പിന്നെ അതാ ഞാൻ മാങ്ങ ഇട്ടിട്ടാട്ടോ ചമ്മന്തി ഉണ്ടാക്കണത്. മാങ്ങയൊക്കെ ചെറുതായി നുറുക്കിയിട്ടാണ്ടോ, അല്ലെങ്കിൽ മിക്സിയിൽ അരിഞ്ഞ് കിട്ടാൻ പണിയാട്ടോ. അപ്പൊ നമ്മള് ചമ്മന്തിക്കുള്ള സാധനങ്ങളാട്ടോ. മാങ്ങ ഉണ്ട്, തേങ്ങ ഉണ്ട്, ഇഞ്ചി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഉണ്ട്, മല്ലിയില, പുതിനയില, കറിവേപ്പില, ഇതൊക്കെ ഇട്ടിട്ടാട്ടോ ചമ്മന്തി ഉണ്ടാക്കണത്. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള പൊതിച്ചോറൊക്കെ റെഡി ആക്കിയിട്ടുണ്ടോ ഞാന്. അപ്പൊ നമ്മൾ സാധാ ചോറാണ് കേട്ടോ കൊടുക്കുന്നത്. ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മള് കുമ്പളങ്ങ മോരുകറിയാണ് കേട്ടോ. പിന്നെ പയറ്, ഉപ്പേരി, അച്ചാറ്, നല്ല ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ. നമ്മൾ 5 പൊതിച്ചോറാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പൊതിച്ചോറിന്റെ കൂടെ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ ഇറച്ചി മീനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് ഓലിക്കുള്ള സർപ്രൈസ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഓലിക്ക് എന്താണ് ആവശ്യം, അത് ഈ ചോറിന്റെ കൂടെ വാങ്ങി കഴിക്കാനുള്ളതാണ് കേട്ടോ ഓർക്ക്. പിന്നെ ഈ ചോറ് പൊതിയാണ് കേട്ടോ. ചോറിന് കണക്കൊന്നുമില്ല കേട്ടോ. ചോറൊക്കെ നന്നായിട്ട് ഇടുന്നു കേട്ടോ. അപ്പൊ ആ പയറ് തോരന് വെച്ചു കൊടുത്തു, അച്ചാറ്, ഈ ചമ്മന്തിയാണ് കേട്ടോ. നമ്മളെ കറി വേറൊരു കവറിലാക്കിയിട്ടാട്ടോ കൊടുക്കണത്.
ചോറൊക്കെ നല്ല ചൂടുള്ളത് കൊണ്ട് പൊതിയാന് കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പൊ അത് ഹസ്ബൻഡ് ഏറ്റെടുത്തിട്ടോ, ഞാൻ പൊതിഞ്ഞോളാ പറഞ്ഞിട്ട്. നമ്മൾ മാത്രമൊന്നല്ല കേട്ടോ, നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ചോറ് കൊടുക്കണം, ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ പൊതിച്ചോറ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം കേട്ടോ നമ്മളെ നാട്ടിൽ നിന്ന് 1200 പൊതിച്ചോറാണ് കേട്ടോ കൊണ്ടുപോണത്. അപ്പൊ ചോറൊക്കെ പെട്ടെന്ന് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഭയങ്കര ഫാസ്റ്റിലാട്ടോ ഞാൻ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഹസ്ബൻഡിന് പെട്ടെന്ന് പൊതിയാ പറഞ്ഞിട്ട് ഏറ്റെടുത്തതാണ് കേട്ടോ അത്. ഇത് ഓർക്കൊരു ഉപകാരമാണല്ലോ, നമുക്കും നല്ല കാര്യമാണല്ലോ. നമ്മൾ പൊതിനെ പറ്റിയിട്ടില്ല ഭക്ഷണം കൊടുക്കലേ. അപ്പൊ എല്ലാം പൊതി റെഡി ആയിട്ടോ. മെല്ലെ 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 മെല്ലെ. നമുക്കറിയില്ല ആളില്ലാത്ത കഷ്ടപ്പാട്. ഞാൻ ചോറ് കൊറേ ഇട്ടുക്കണു, ഞാൻ ഏറ്റവും വിഷമം നമ്മള്. ആ ശരിടാ, നമ്മളെല്ലാരും പ്രാർത്ഥിക്കട്ടെ, നമുക്ക് മതി. ഒരു രാത്രി തിന്നോട്ടെ. ഞാൻ ഇപ്പോഴേക്ക് ഫസ്റ്റ് വന്നപ്പോ ഞാൻ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.